എം.വി. ഗോവിന്ദൻ വീണ്ടും CPM സംസ്ഥാന സെക്രട്ടറി ആയതിൽ സന്തോഷിക്കുന്ന ഒരാളുണ്ട്. കണ്ണൂർ മൊറാഴയിൽ 87കാരനായിട്ടുള്ള അമ്മാവൻ രാഘവനാണത്. 1.5 വയസ്സുകാരനായ ഗോവിന്ദനിൽ നിന്ന് ഗോവിന്ദൻ മാഷിലേക്കും പിന്നീട് രാഷ്ട്രീയക്കാരനിലേക്കും കൈപിടിച്ച് ഉയർത്തിയത് അമ്മാവൻ രാഘവനായിരുന്നു. രണ്ടാമതും സെക്രട്ടറിയായി തിരഞ്ഞെടുത്തതിൽ അതിയായ സന്തോഷമുണ്ട്. വളരെ സന്തോഷക്കുറവ് എപ്പോഴും ഇല്ല, എന്നാലും വളരെ സന്തോഷമാണ്. അറിയുന്നത് എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലാണ് ജനിച്ച് വളർന്ന് വിദ്യാഭ്യാസം കഴിച്ച് ജോലിയായത്. എത്രാമത്തെ വയസ്സിലാണ് മാഷ് ഇവിടെ വരുന്നത്? മാഷ് വന്നതാ? മാഷ് വരാനില്ല, വീട്ടിൽ തന്നെ താമസം. ജനിച്ച് വളർന്ന വീട് ഇതാണ്. അമ്മേൻ്റെ എൻ്റെ മൂത്ത പെങ്ങളെ ഭർത്താവല്ലേ, അല്ല മോനല്ലേ മാഷ്. അപ്പോൾ ഇവിടെ വന്നത്, ഇവിടെ നിന്ന് ജനിച്ച് ഇവിടെ വളർന്ന് വിദ്യാഭ്യാസം കഴിച്ച് ജോലിക്ക് പോയതും വീട് നിന്നാണ്. വന്നതിന് ശേഷമാണ് അപ്പുറം ഞാൻ സ്ഥലം കൊടുത്ത് വീടെടുത്തത്. പഠനകാലമൊക്കെ എവിടെയാണ്, എങ്ങനെയായിരുന്നു, എവിടെയാണ് പഠിച്ചത്? പഠനകാലത്ത് ഇവിടെ മൊറാഴ സെൻറ്ററിൽ പഠിച്ചു. ഇവിടുന്ന് ഹൈസ്കൂളിൽ കല്യാശ്ശേരി ഹൈസ്കൂളിൽ SLC പാസ്സായി. SLC പാസ്സായതിൻ്റെ ശേഷം പിറ്റേന്ന് രാവിലെ ഞാനൊന്ന് സെൻട്രലിൽ ചായപ്പൊടിയിൽ പോയിരുന്നു. അപ്പോൾ അവിടെ വന്നു പാച്ചേനി കുഞ്ഞിരാമൻ. ഇവിടെ വന്ന് അന്വേഷിച്ചു, എൻ്റെ അമ്മേനെ അന്വേഷിച്ച് വന്ന്. അപ്പോൾ രാഘവനെവിടെയാണ് പോയിരുന്നെന്ന് ചോദിച്ചു. അപ്പോൾ സെൻട്രലിൽ ചായ കുടിക്കാൻ പോയിട്ടുണ്ടെന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് വീടിൽ വന്നു. വീടിൽ വന്നപ്പോൾ എന്നെ കണ്ടു. രാഘവൻ വരാനായോ? ഞാൻ പറഞ്ഞു ആ വരാനായി എന്ന് പറഞ്ഞു. ഇവിടെ ഞങ്ങൾ രണ്ടാളും കൂടി ഇവിടെ വന്നു പാച്ചേനി. അങ്ങനെ പരിചയപ്പെട്ട് ഞാൻ വന്നത് നിന്നെ കാണാനാണ്. ഗോവിന്ദനെ കുറച്ച് ദിവസത്തേക്ക് തളിപ്പറമ്പിലേക്ക് അയക്കണം. ഞാൻ പറഞ്ഞു എന്നാണ് അവിടെ പാർട്ടി ഓഫീസിൽ നിൽക്കാനാണ്. അവിടെ അന്ന് മറ്റേ ഇപ്പോൾ താലൂക്ക് കമ്മിറ്റി, അതെ അന്ന് താലൂക്ക് കമ്മിറ്റിയാണ്. താലൂക്ക് കമ്മിറ്റി ഓഫീസിൽ KM പരിയാരാണ് സെക്രട്ടറി. ടൗണിലാണ് വീട് അന്നേരം. അവിടെയാണ്. ഞാൻ പറഞ്ഞു പാച്ചേരി പറയുമ്പോൾ എനിക്കത് സമ്മതിക്കാണ്ടിരിക്കാൻ കഴിയില്ലല്ല, കൂട്ടിക്കോന്ന് പറഞ്ഞു. നാളെ രാവിലെ അങ്ങോട്ട് തളിപ്പറമ്പിലേക്ക് അയക്കണമെന്നും പറഞ്ഞിട്ടാണ് പാച്ചേരി പോയി. അതേ പോക്കാണ് തളിപ്പറമ്പിൽ പാർട്ടി ഓഫീസിൽ 1-2 കൊല്ലം നിന്ന്. അവിടെ സെക്രട്ടറി ഇയാളായിരുന്നു, പരിയാരം, KM പരിയാരം. അയാളെ യൂറോപ്പിൽ അവിടെ വിദ്യാഭ്യാസം മറ്റും എല്ലാം പാർട്ടിക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തത് അവർ തന്നെയാണ്. എത്രാമത്തെ വയസ്സിലായിരുന്നു ഏകദേശം ഇത് പോയതാ? പോയത് SLC എത്ര SLCക്ക് ശേഷം തന്നെ. SLC പാസ്സായി 2-3-ാമത്തെ ദിവസം വീട്ടിൽ തളിപ്പറമ്പ് പാർട്ടി ഓഫീസിലേക്ക് പോയി. ഇവിടെ വന്ന് പാച്ചേനി പറഞ്ഞിട്ട് കുട്ടികൾ പോയതാണ്. അന്ന് സെക്രട്ടറി ഇയാളാണ്, KM പരിയാർ. പിന്നെ TV കേമ്പ്യാർ, എല്ലാ പാർട്ടിയിലെ പ്രവർത്തകന്മാരാണ്. ബാലസംഘത്തിലൂടെയായിരുന്നു മാഷ് ബാലസംഘത്തിൻ്റെ കൂടെ പാർട്ടിയിലേക്ക് വന്നത്. പാർട്ടിയിൽ വരവും പോക്കും എല്ലാം ഒന്നായിട്ട് കഴിഞ്ഞിട്ടില്ല എത്ര വേഗം. SLC കഴിഞ്ഞിട്ട് ഒറ്റ ദിവസം ഇവിടെ നിൽക്കാൻ പാച്ചേനി വിട്ടില്ല, അപ്പാട് കൂട്ടിയിട്ട് പോയതാണ്. അങ്ങനെ അവിടുന്ന് പരിഹാരമുണ്ട്. പരിഹാരം കോളേജിലൊന്ന് അയച്ച് അവിടെ വിദ്യാഭ്യാസം കഴിച്ച് അവിടെ തന്നെ പരിഹാരം ഹയർ സെക്കൻഡറി ആണെന്ന് തോന്നുന്നു സ്കൂള്. സ്കൂളിൽ നിന്ന് എനിക്ക് പരിചയം കുറവാണ്. സ്കൂളിൽ ചേർത്ത് പഠിച്ചതും ജോലിയായതും മാഷായതും അവിടെ നിന്നാണ് പരിഹാരത്തിന്. അതിനുശേഷം ഇങ്ങോട്ടേക്ക് എല്ലാം താമസവും കാര്യവും വീടും എല്ലാം ഇത് തന്നെ വീട്, ഈ കാണുന്ന വീട് ഞങ്ങൾ. അപ്പോൾ അമ്മ ചെറുപ്പത്തിൽ ജോലിക്ക് വേണ്ടിയിട്ട് മലക്ക് മൂരാനും പൊയ്ക്കാനും എല്ലാം പോകും. അപ്പോൾ പിന്നെ അവിടെ നിന്നിട്ടില്ല. എൻ്റെ അമ്മയുടെ കൂട്ടത്തിൽ ഞാനും കഴിച്ചു ഇങ്ങനെ ആക്കിയത്. അതുകൊണ്ട് ഇന്ന് കുഴപ്പമൊന്നുമില്ല, വളരെ നല്ല നിലയിൽ ആയി തന്നെ പറയാം ജനങ്ങളായിട്ട്. അതുകൊണ്ട് എനിക്ക് കൂടുതലായിട്ട് പാർട്ടിയിൽ പ്രവർത്തിക്കാനോ ചെയ്യാനോ കഴിഞ്ഞില്ല. ഭാര്യ ശ്യാമള ടീച്ചറോട് ഞാൻ ഇതിനിടെ പറഞ്ഞു മോശമാക്കിയില്ലായിരുന്നു. അമ്മോനൊന്നും ചെയ്യണ്ട, അമ്മോൻ ചെയ്യാനില്ല ആക്കിയിട്ടില്ലേ മോശ. ഞാൻ പറഞ്ഞു അതൊരു ശരി സമാധാനമുണ്ടെന്ന്.
ഇല്ലെങ്കിലും മാഷ് ഈ പൊസിഷനിൽ എത്തിയപ്പോൾ ഒരു സന്തോഷമുണ്ട്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇവിടെ താമസിച്ചിട്ട് ഇങ്ങനെയെല്ലാം ആയതുകൊണ്ടും വളരെ സന്തോഷം. ഇതിനപ്പുറം എനിക്ക് സന്തോഷം വരാനില്ല. രണ്ടാമത് ഈ മാഷ് നല്ല വായനക്കാരനാണ്. നമ്മള് നല്ല വായനക്കാരനാണ്. എന്തെങ്കിലും കിട്ടിയാൽ അത് വായിച്ച് തീർത്താൽ വിടൂ. അന്നേരേ അതെ. ചെറുപ്പത്തിലെ SLC പഠിക്കുമ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ എന്തെല്ലോ വായിക്കും പിടിക്കുകയും ചെയ്യും. നല്ല അങ്ങനെ വായിക്കും. ലൈബ്രറിനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? മൊറാഴ ഗ്രാമീണ ഉണ്ട്. ലൈബ്രറിനായിട്ട് പാച്ചേനിയില്ല, ആടയില്ല, അതല്ല ലൈബ്രറിയിൽ ആടെ ആ വായനശാല തന്നെയാണ് പ്രധാന കാര്യം. പകലെല്ലാം അങ്ങനെ ഉള്ള വായനശാലയാണ്. ഏതായാലും സന്തോഷം, വളരെയധികം സന്തോഷം. ഞാൻ തിരഞ്ഞെടുപ്പ് ഉണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ടിങ്ങനെ തിരഞ്ഞെടുപ്പ് ഒരു പക്ഷേ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. MP ഗോവിന്ദന്റെ അമ്മാവൻ രാഘവനാണ് പ്രതികരിച്ചത്. അദ്ദേഹത്തിന്റെ ആ സന്തോഷം അദ്ദേഹത്തിന്റെ ചിരിയിലും ആ വാക്കുകളും ആ കണ്ണിലും നമുക്ക് വ്യക്തമാകുന്നുണ്ട് എന്നുള്ളതാണ്. മൊറാഴയിലാണ് MP ഗോവിന്ദൻ അമ്മാവൻ രാഘവനുള്ളത്. അദ്ദേഹം വളർന്ന സാഹചര്യമൊക്കെ വിശദീകരിക്കുകയായിരുന്നു. വീണ്ടും സംസ്ഥാന സെക്രട്ടറിയായി മാറിയതിലെ സന്തോഷം.